സന്യാസമാണ് ശബരിമല. പക്ഷെ അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. സാധാരണ പമ്പയിൽ ചെന്ന് കുളിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പമ്പയിൽ ചെന്ന് നമ്മുടെ പിതൃക്കളെ എല്ലാവരെയും സ്മരിച്ച് അവിടെ തർപ്പണം ചെയ്ത് അവിടെ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യണ്ടേ, മല കയറാൻ. യഥാർത്ഥത്തിൽ എന്താണ് വാവുബലി? എവിടെയാണെങ്കിലും തർപ്പണാദി ക്രിയകൾ എല്ലാവരും ചെയ്യണം. എല്ലാ ദേവന്മാരും ചൈതന്യം പൂർണ്ണമായും പ്രകൃതിയിൽ, മൂലപ്രകൃതിയിൽ ലയിപ്പിച്ച് എല്ലാവരും ഇരിക്കുന്ന ആ സമയത്ത് തർപ്പണക്രിയകൾ ചെയ്യാൻ ആ വാവ് ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. സ്വാമി, കർക്കിടക വാവുബലി അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള സംശയമാണ്, എന്തിനാണ് ഈ ബലി നടത്തുന്നത്? അതായത് കഴിഞ്ഞു പോയ തലമുറയിലെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് ആത്മശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബലി നടത്തുന്നത്, അല്ലെങ്കിൽ ഈ ബലി എന്ന് പറയുന്നത് ആത്മാക്കളുടെ ആഹാരമാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വാവുബലി? ഒരുപാട് തെറ്റിദ്ധാരണകൾ കർക്കിടക വാവ് ബലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വാവുബലിക്ക് നമ്മൾ ചെയ്യുന്ന, അതിൽ ചൊല്ലിക്കൊടുക്കുന്ന കർമ്മങ്ങൾ, മന്ത്രങ്ങളുണ്ട്. അതിൽ പലതിൻ്റെയും അർത്ഥം പലരും അറിയാതെയാണ് ചെയ്യുന്നത്. ആ മന്ത്രങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, ഞാനത് കൃത്യമായി ഓർക്കുന്നില്ല, കാരണം അങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ സന്യാസിമാർ ചെയ്യാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. എങ്കിൽ പോലും നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പിതൃക്കളുടെ ആത്മാക്കളുടെ മോക്ഷത്തിന് വേണ്ടിയും അതിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സുഹൃതത്തിനും വേണ്ടിയിട്ടാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കാൻ അത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇന്ന് പലരും ബലിയിടാൻ പോകുന്നത്, ചില മക്കൾ പറയാറുണ്ട് പെൺമക്കൾ ബലിയിടണ്ട, അതേപോലെ ആൺമക്കളിൽ ഒരാൾ പോയി ബലിയിട്ടാൽ മതി, അല്ലെങ്കിൽ മൂത്തയാളിട്ടാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. എവിടെയാണെങ്കിലും തർപ്പണാദി ക്രിയകൾ എല്ലാവരും ചെയ്യണം. എല്ലാവരും ചെയ്യണം. ഇപ്പോൾ ഒരച്ഛന്, ഒരു 4 മക്കളുള്ള ഒരു അച്ഛനാണ് മരിക്കുന്നതെങ്കിൽ ആ 4 മക്കളും ചെയ്യണം. 4 മക്കളും ചെയ്യണം. അത് പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും അത് ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരച്ഛൻ്റെ ബീജാംശമാണ് 4 മക്കളും. 4 മക്കളും. എന്താ വ്യത്യാസമുള്ളത്? സ്ത്രീയായി ഒരാൾ പുരുഷനായി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അമ്മ മരിച്ചാലും അച്ഛൻ മരിച്ചാലും, അമ്മ സ്ത്രീയല്ലേ, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മക്കൾ ബലിയിടുന്നില്ലേ? പക്ഷേ ഈ ബലിയിടുന്നവർ ആ തർപ്പണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങളിൽ പെടുന്ന ഒന്നാണ് ബലിതർപ്പണം. അത് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ, എൻ്റെ അറിവ് അങ്ങനെയാണ്, സാഹചര്യത്തിൽ ആണ് കർക്കിടക മാസത്തിൽ എല്ലാ ദേവന്മാരും ചൈതന്യം പൂർണ്ണമായും പ്രകൃതിയിൽ, മൂലപ്രകൃതിയിൽ ലയിപ്പിച്ച് എല്ലാവരും ഇരിക്കുന്ന ആ സമയത്ത് ഈ തർപ്പണക്രിയകൾ ചെയ്യാൻ ആ വാവ് ദിവസത്തെ ഉപയോഗപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം നിത്യാനുഷ്ഠാനങ്ങളിൽ, സനാതനധർമ്മിയുടെ നിത്യാനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് സന്ധ്യാവന്ദനാദി ക്രിയകൾ. ആ സന്ധ്യാവന്ദനാദി ക്രിയകളിൽ ദേവഗണത്തിനും പിതൃഗണത്തിനും ഋഷിഗണത്തിനും തർപ്പണങ്ങളുണ്ട്. അത് നിത്യവും ചെയ്യേണ്ടതാണ്. ദേവഗണാൻ തർപ്പയാമി, ഋഷിഗണാൻ തർപ്പയാമി, പിതൃഗണാൻ തർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെല്ലാം കൃത്യമായ തർപ്പണക്രിയകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കാത്ത, കാരണം ആരാണ് സന്ധ്യാവന്ദനം ചെയ്യുന്നത്? ഇന്നാരും സന്ധ്യാവന്ദനം ചെയ്യാറില്ല. അപ്പോൾ ആ തർപ്പണങ്ങളെ സൂചിപ്പിക്കാൻ അതിനുവേണ്ടി വർഷത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ നമ്മൾ ബലിതർപ്പണാദി ക്രിയകൾ
നമ്മൾ ചെയ്യാറുണ്ട്. ഒരു സംശയം കൂടെ, ഇപ്പം ഒരു മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ, 16 ദിവസം വരെ ബലിയിടുന്നൊരു കർമ്മമുണ്ട്. പക്ഷേ ഇന്ന് പലരും 16 ദിവസം എന്നുള്ളത്, നേരത്തെ പലരും 16 ഇടുന്നവരുണ്ട്, 8 ഇടുന്നവരുണ്ട്, 9 ദിവസം ഇടുന്നവരുണ്ട്, 3 ദിവസം ഇടുന്നവരുണ്ട്, 1 ദിവസം ഇടുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്? ദേശ ആചാരങ്ങൾക്കനുസരിച്ച് ദിവസങ്ങൾക്ക് മാറ്റങ്ങൾ പലരും നിശ്ചയിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് രേഖകളൊന്നുമില്ല. 11 ദിവസമാണ് യഥാർത്ഥത്തിൽ നമ്മളിത് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിൽ 5 ആത്മാക്കളുണ്ട്. അപാനൻ തുടങ്ങി ധനഞ്ജയൻ വരെയുള്ള സമാനൻ, ധ്യാനവ്യാനൻ തുടങ്ങി ധനഞ്ജയൻ വരെയുള്ള ആത്മാക്കൾ. ഈ ആത്മാക്കളിൽ 5 ഉപപ്രാണനുമുണ്ട്. അപ്പോൾ ഈ പ്രാണൻ മുഴുവൻ ഈ മരണപ്പെടുന്ന ഈ വ്യക്തിയുടെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ പുറത്തേക്ക് വരുന്ന ഈ 10 പ്രാണനും ഒന്നിച്ച് ചേരുന്നതിന് 11 ദിവസമാണ് എടുക്കുന്നതെന്നാണ് അറിവ്. അപ്പോൾ അങ്ങനെയുള്ള ആ 11 ദിവസം എത്തിക്കഴിഞ്ഞാൽ ഈ പ്രാണൻ അവിടെ ഒന്നുകിൽ നിത്യതയിലേക്ക് ലയിക്കാൻ തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച്, തൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുള്ള ഒരു പുനർജനനത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തും. അതിനു വേണ്ടിയുള്ള ദിവസക്രമങ്ങളാണ് ബാക്കിയുള്ള ദിവസങ്ങൾ. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ബലി എന്ന് പറയുന്നത് ഈ ആത്മാക്കളുടെ ആഹാരമാണോ? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോറും എള്ളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? പഞ്ചഭൂതങ്ങളിലേക്കാണ് ഈ ശരീരം ചേരുന്നത്. ദഹിപ്പിക്കുമ്പോൾ ഭൂമി ഒരുക്കുന്നുണ്ട്. ഭൂമിയിലേക്ക് ഒരംശം ഭൂമിയിലേക്ക് പോകും. അഗ്നിക്ക് കൊടുക്കുന്നുണ്ട്. കുളിപ്പിക്കുമ്പോൾ ജലത്തിന് കൊടുക്കുന്നുണ്ട്. അത് കത്തിക്കുമ്പോൾ ആ ശരീരം കത്തുന്നതിൻ്റെ വായുവിലേക്ക് ഉയരുന്നുണ്ട്. അപ്പോൾ 5 ഭാഗങ്ങളിലേക്ക്, 5 ഭൂതങ്ങളിലേക്കും പഞ്ചഭൂതങ്ങളിലേക്കും ഈ ഒരു ശരീരം ലയിച്ചു ചേരുകയാണ്. അങ്ങനെ ലയിച്ചു ചേരുന്ന ആ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു ചേരുന്ന ശരീരത്തെ ചെയ്തു പോയ കുറവുകൾ, കുറ്റങ്ങൾ, തനിക്ക് കൊടുക്കാൻ കഴിയാത്ത അന്നം, ഏതെങ്കിലും വിധത്തിലുള്ള അപരാധങ്ങൾ, ഇവ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പഞ്ചഭൂതങ്ങൾക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ബലി. അങ്ങനെ അത് യഥാർത്ഥമായ തത്വത്തിലേക്ക് വന്ന് ആ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ച ഈ ആത്മാവിന് ഏത് വഴിക്കാണോ ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിലൂടെയുള്ള മോക്ഷം ആണെങ്കിൽ മോക്ഷം, വീണ്ടും ജനനമാണെങ്കിൽ വീണ്ടും ജനനം. അത് ചിലപ്പോൾ ഒരു പക്ഷിയായിട്ടാവാം, ആകാശത്തൂടെ പറക്കുന്ന, വായുവിലൂടെ പറക്കുന്ന പക്ഷിയായിട്ടാവാം, ജലത്തിൽ ജീവിക്കുന്ന മത്സ്യമായിട്ടാവാം, കരയിൽ ജീവിക്കുന്ന ഏതെങ്കിലും മൃഗങ്ങളായിട്ടാവാം, ഉറുമ്പോ കാക്കയോ കോഴിയോ ഒക്കെ ആയിട്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികൾക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവയിലൂടെ ഒരു മനുഷ്യനായി വീണ്ടും പുനർജനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അവൻ്റെ ജീവിതത്തിലുണ്ടാവണം, ആ ആത്മാവിനുണ്ടാവണം. അപ്പോൾ ആ ആത്മാവ് ഒന്നിച്ച് ചേരുന്ന ആ സമയത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതിന് ഈ പഞ്ചഭൂതങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ മരിച്ചുപോയ ആളെ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന. അല്ല, അങ്ങനെ 11 ദിവസം നമ്മൾ ബലി നടത്തുകയാണ്. അങ്ങനെ 11 ദിവസം ബലി നടത്തിയ ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് വർഷാവർഷം കർക്കിടക മാസം ആകുമ്പോൾ നമ്മൾ ബലി നടത്തുന്നത്? അങ്ങനെ അയാൾ ഒന്നെങ്കിൽ ആ 11 ദിവസം കൊണ്ട് പൂർണ്ണതയിലേക്കോ അല്ലെങ്കിൽ പുനർജന്മത്തിലേക്കോ എത്തിച്ചേരുമല്ലോ. പിന്നീട് എന്തിനാണ് ഒരു വർഷത്തിന് ശേഷമോ അല്ലെങ്കിൽ വീണ്ടും വർഷാവർഷം നമ്മൾ ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്? കർക്കിടക വാവിൽ സ്മരണകൾ, പിതൃസ്മരണ ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാതെ പോയ ഒരു കാര്യമാണ് പൂർവികർ നമുക്ക് തരുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്മരിക്കാതിരിക്കുക എന്നുള്ളത്. വർഷത്തിലൊരിക്കലെങ്കിലും തൻ്റെ പൂർവ്വപിതാക്കളെ സ്മരിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരവസരമാണ് ഈ ബലിതർപ്പണം. അതിലൂടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ബലിതർപ്പണം മാത്രം നടത്തി വീട്ടിലേക്ക് പോരുന്ന ആളുകളുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ആഹാരവും കഴിച്ച് അന്നദാനം നടത്തണമെന്നുണ്ട്, വസ്ത്രദാനം ചെയ്യണമെന്നുണ്ട്.
ഭൂദാനം ചെയ്യണമെന്നുണ്ട്, ഗോദാനം ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ നിസ്സാര നാണയങ്ങളിൽ ഒതുക്കി ഒരു വഴിപാടായി ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളുമുണ്ട്. സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പലർക്കും അതുപോലും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഈ പിതൃക്കളെ വർഷാവർഷമെങ്കിലും നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി ഉതകുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാ വർഷവും നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ അതിലുള്ളൊരു കാര്യമുള്ളത്, ഞാനും മരണപ്പെടും. അപ്പോൾ എൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കണം. മോക്ഷം ലഭിക്കണമെങ്കിൽ ഞാൻ കൃത്യമായ കർമ്മങ്ങൾ ചെയ്തിരിക്കണം. അങ്ങൊരു സന്യാസിയല്ലേ, അപ്പോൾ അങ്ങ് പൂർണ്ണതയിലേക്ക് ആയിരിക്കില്ലേ ലയിക്കാൻ പോകുന്നത്? അപ്പോൾ പിന്നീട് എന്തിനാണ് അങ്ങേക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ബലിയിടൽ കർമ്മം? സന്യാസിക്കില്ല. ഒരു സന്യാസ ദീക്ഷയിലേക്ക് വരുമ്പോൾ തന്നെ ബലി ഇട്ടിട്ടല്ലേ സന്യാസത്തിലേക്ക് പോകുന്നത്? പിന്നീട് ബലിയിടേണ്ടത് ആവശ്യമില്ലല്ലോ. ഇല്ല, സന്യാസിക്ക് സന്യാസ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ ആദ്യ ചടങ്ങുകളിലൊന്നാണ് തൻ്റെ പ്രാരാബ്ധമായ മുടി അത് മുണ്ഡനം ചെയ്യുക എന്നുള്ളത്. അതിൽ ശിഖയായി നിർത്തുന്ന തൻ്റെ കുലബന്ധം, കുലാചാരം അത് മുറിച്ച് അഗ്നിയിൽ നിക്ഷേപിക്കണം. അതുപോലെ ചെയ്യേണ്ട മറ്റൊന്നാണ് തർപ്പണാദി ക്രിയകൾ. തൻ്റെ ജീവനോടെയാണോ മരിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ എല്ലാ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും വേണ്ടി തർപ്പണം ചെയ്ത് തനിക്ക് തന്നെ ആത്മപിണ്ഡം വെച്ചുകൊണ്ടാണ് സന്യാസം സ്വീകരിക്കുന്നത്. ആത്മപിണ്ഡം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി തന്നെ ഞാൻ ബലിയിടുന്നു. ബലിയിടുക, അതായത് സാധാരണ ഒരാൾ മരണപ്പെടുമ്പോൾ എങ്ങനെയാണോ ബലിയിടുന്നത് അതേപോലെ തന്നെ. കാരണം മരിച്ചുപോയ വ്യക്തിയുടെ പേരും നാളും ഓർത്തിട്ടാണ് നമ്മൾ തർപ്പണം ചെയ്യേണ്ടത്. ഇതപ്പോൾ ആ സമയത്ത് ആ തർപ്പണം ചെയ്യുന്ന ആചാര്യൻ പറഞ്ഞു തരും, അങ്ങയുടെ പേരും നാളും മനസ്സിലോർത്തോളൂ. സാധാരണ പറയുന്നത് മരിച്ചുപോയ ആളുടെ പേരും നാളും ഓർത്തോളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് നമുക്ക് തന്നെ ബലി ഇട്ടുകൊണ്ടാണ് നമ്മൾ, ശരീരം മാത്രമേ ആ പഴയത് തന്നെ നിലനിൽക്കുന്നുള്ളൂ, തന്നെ ആത്മാവ് ഒരു പുതിയ തലത്തിലേക്ക് ആ പഴയ ചിന്തകളിൽ നിന്ന്, പഴയ വിചാരങ്ങളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്നൊക്കെ മാറി വരുന്നതാണ് ഈ തർപ്പണത്തിലൂടെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുതന്നെയാണ് ശരിക്കും മറ്റുള്ള തർപ്പണാദി ക്രിയകളിലും ചെയ്യുന്നത്. ശബരിമലയ്ക്ക് പോകാൻ നേരത്ത് തർപ്പണം ചെയ്യണം, ബലിയിടണം. അതെങ്ങനെ? നമ്മൾ സാധാരണ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. പമ്പയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പമ്പാസ്നാനം ചെയ്യുന്ന സമയത്ത് തർപ്പണാദി ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. സാധാരണ പമ്പയിൽ ചെന്ന് കുളിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പമ്പയിൽ ചെന്ന് നമ്മുടെ പിതൃക്കളെ എല്ലാവരെയും സ്മരിച്ച് അവിടെ തർപ്പണം ചെയ്ത് അവിടെ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യണ്ടേ, മല കയറാൻ. സന്യാസമാണ് ശബരിമല. ശബരിമല യാത്ര ശരിക്കും മണ്ഡലവ്രതം സന്യാസത്തിൻ്റെ ഒരു ഭാഗമാണ്, പ്രാരംഭഘട്ടമാണ്. അപ്പോൾ അതുതന്നെയാണ് ബലിതർപ്പണാദി ക്രിയകളിലും എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾക്ക് ആർക്കും അതറിയില്ല.